ഈ പൃഥ്വിരാജ് വാങ്ങിച്ച കാറുകളെ കുറിച്ചൊന്ന് പറയാവോ? സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടാവുമല്ലോ. അദ്ദേഹം ആദ്യം വാങ്ങിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ലംബോർഗിനി ഹുറാക്ക ഉണ്ടായിരുന്നു. അത് എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ട് നമ്മുടെ അടുത്ത് നിന്ന് തന്നെ ലംബോർഗിനിയുടെ ഉറൂസാണ് വാങ്ങിച്ചത്. അത് കഴിഞ്ഞ് അദ്ദേഹം ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന G63, അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് സ്പെക്കുള്ളൊരു വാഹനം ഉണ്ടായിരുന്നു, അതാണ് വാങ്ങിച്ചത്. നമുക്കൊരു ഫസ്റ്റ് ഹാൻഡ് കാർ എടുക്കാൻ പൂർണ്ണമായും പൈസയുള്ള സാമ്പത്തികമുള്ള ഒരു സെലിബ്രിറ്റി വന്ന് ഇങ്ങനെ ഒരു സെക്കൻഡ് ഹാൻഡ് കാർ എടുക്കുമ്പോൾ അതിൻ്റെ പുറകിലുള്ള ഒരു മാനസികാവസ്ഥ, ചേതോവികാരം എന്താണെന്നുള്ളത് ഒന്ന് പറയൂ. അബവ് 3 crore അതിൻ്റെ മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വാഹനങ്ങൾ വാങ്ങിക്കുന്ന ആളുകൾക്കൊക്കെ ഇതറിയാം. ഒരു പ്രിയോണ്ട് വാങ്ങിച്ചാൽ അതിൻ്റെ ഡിപ്രിസിയേഷൻ ചിലപ്പോൾ സംഭവിക്കാതിരിക്കാറുണ്ട്. അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ G63 2020 അതിൻ്റെ ഓൺ റോഡ് വാല്യൂ 3 crore റുപ്പീസ് ആയിരുന്നു കേരളത്തിലെ ഓൺ റോഡ് പ്രൈസ്. ഇന്ന് ഏകദേശം 4.25 കോടിയായി. അന്ന് 3 കോടിക്ക് ഇറങ്ങിയൊരു വാഹനം പ്രിയോണ്ട് വാങ്ങിച്ച ഒരാൾക്ക് ഇന്ന് ഈ വാഹനത്തിന് 4.25 കോടി വരുമ്പോൾ ഒബിയസ്ലി ചിലപ്പോൾ ഡിപ്രീസിയേഷന് പകരം അപ്രീസിയേഷൻ കിട്ടാം വിൽക്കുന്ന സമയത്ത്. അപ്പോൾ ഒരാൾ ഇതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് നമുക്കിഷ്ടമുള്ള വാഹനം ഉപയോഗിക്കുന്നു, അതിൻ്റെ കൂടെ പണം നഷ്ടപ്പെടാതിരിക്കുന്നൊരവസ്ഥ അതും കൂടി സംഭവിക്കുക. പണ്ട് ഇത് ലക്ഷറി പറയുമ്പോൾ ആളുകൾക്ക് ഇത് നടക്കുമോ സംശയമുണ്ട്. ചെറിയ ഉദാഹരണത്തിന് 2005 ഇന്നോവ വന്ന സമയത്ത് ആർക്കും ഇന്നോവ വേണ്ടായിരുന്നു. ഇന്നോവ അന്ന് കോളിസ് ആയിരുന്നു അന്നത്തെ കേമൻ. പക്ഷേ ഇന്നോവ വന്നു. പക്ഷേ 2005 ഇന്നോവ വാങ്ങിയ ആളുകളൊക്കെ ഒരു 2010 വിറ്റപ്പോഴും ഡിപ്രീസിയേഷൻ വരാതെ വിറ്റ ആളുകളുണ്ട്. ഇതേ അവസ്ഥ കോളിസിനും വന്നിട്ടുണ്ട്. ചില ഈ ഒരു വാഹനങ്ങളിലുള്ള അവസ്ഥ, പുതിയത് വാങ്ങിയവർക്ക് തന്നെ അപ്രീസിയേഷൻ കിട്ടുന്ന മോഡലുകളുണ്ട്. അപ്പോൾ പ്രിയോണ്ടിൽ എന്തായാലും അത്തരം കാര്യങ്ങളുണ്ട്.